ദൈവത്തിന്റെ ശ്രേഷ്ഠമേറിയ നാമം ഈ വൈകവേളയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൂരത്തും ചാരത്തുമായി ഈ ശബ്ദപരിധികൾ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ഈ നാട്ടിലെ എല്ലാ നല്ലവരായ നാട്ടുകാർക്ക്, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ ഏവർക്കും വേഗം വരുവാൻ പോകുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഉള്ള ഞങ്ങളുടെ സ്നേഹ വന്ദനങ്ങൾ ഈ വൈകവേളയിൽ അറിയിക്കുന്നു. തിരുവനന്തപുരം വേൾഡ് ബൈബിൾ കോളേജിൽ നിന്നും കഴിഞ്ഞ തിങ്കളാഴ്ച പ്രഭാതത്തിൽ തുടങ്ങിയ ഈ സുവിശേഷ പ്രവർത്തനങ്ങൾ, ലഹരി വിരുദ്ധ സന്ദേശം ഈ വൈകവേളയിൽ ഇവിടെ എത്തിച്ചേരുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. അല്പസമയം നിങ്ങളുടെ ശ്രദ്ധയെ വളരെ സ്നേഹത്തോടെ പ്രിയപ്പെട്ടവരെ ക്ഷണിക്കുകയാണ്. സുന്ദരമായ ലോകം അറിയപ്പെടുന്ന 196 രാജ്യങ്ങളിൽ 860ഓളം കോടി വരുന്ന ലോക ജനസംഖ്യ, 6500ഓളം ഭാഷ സംസാരിക്കുന്ന ലോക മനുഷ്യൻ, നമ്മുടെ ഇന്ത്യ 143 കോടി ജനങ്ങൾ അധിവസിക്കുന്ന നമ്മുടെ ഭാരതം, അതിൽ തെക്കേയറ്റത്തുള്ള നമ്മുടെ കേരളം 14 ജില്ലകളിലായി ഏകദേശം 3500 കോടിയിലധികം ജനം ഇവിടെ വസിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളം കഴിഞ്ഞ ചില വർഷങ്ങളായി നമ്മുടെ നാട് ഏറ്റവും അരാജകത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. സമാധാനം, സന്തോഷവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലേക്ക് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നു, അസമാധാനങ്ങൾ തുടരുന്നു, ആക്സിഡന്റുകൾ വർദ്ധിക്കുന്നു. ഇതിനേറ്റവും പിന്നിലുള്ള കാരണം മയക്കുമരുന്നുകൾ, ലഹരി ഉപയോഗങ്ങൾ, മൊബൈൽ ഇന്റർനെറ്റ് ദുരുപയോഗങ്ങൾ എന്നിവയാൽ നമ്മുടെ നാട് വല്ലാത്ത അവസ്ഥയിലേക്ക്, ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് നമ്മുടെ നാട് മാറിക്കഴിഞ്ഞു. തകർന്നുകൊണ്ടിരിക്കുന്ന തലമുറ, മോചനം എവിടെ? നമുക്കറിയാം, ഏത് വിധത്തിലുള്ള ലഹരിയും ലോകത്തിന് വിപത്താണ്. തിന്മയ്ക്കെതിരെ പോരാടുക എന്നതാവണം നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യവുമായിട്ടാണ് ഞങ്ങൾ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുന്നത്. ഇവിടെ ആയിരിക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടേതായ ജോലികളുണ്ട്. ഞങ്ങൾ കുഞ്ഞുങ്ങളുടെ വെക്കേഷൻ ടൈമാണ്. ഈ ടൈമിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളോടൊപ്പം മുമ്പ് ഞങ്ങളായിരുന്ന ജീവിതാവസ്ഥയിൽ നിന്ന് ഞങ്ങളെ ഈ നല്ല സത്യമാർഗത്തിലേക്ക് നയിച്ച, ഈ മയക്കുമരുന്നുകളെയും ലഹരി ഉപയോഗത്തിൽ നിന്നും ഞങ്ങളെ മോചിപ്പിച്ച ഒരു ദൈവത്തിന്റെ സ്നേഹമാണ് ഇന്ന് രാത്രികാലം ഞങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, മലയാളികളുടെ മുഖ്യ ഭക്ഷണമായ അരിക്ക് കേരളം പ്രതിവർഷം ചെലവഴിക്കുന്നത് 3500 കോടി രൂപയാണ്. എന്നാൽ മദ്യത്തിനാകട്ടെ 10,000 കോടി രൂപയിലധികമാണ് നമ്മുടെ സംസ്ഥാനം മാറി മാറി വരുന്ന ഭരണാധികാരികൾ ചെലവഴിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ മുഖ്യ ഭക്ഷണമായ അരിയേക്കാൾ അതിന്റെ 2 ഇരട്ടിയിൽ അധികം തുകയാണ് മദ്യത്തിന് വേണ്ടി ചെലവഴിക്കുന്നത്. 100% സാക്ഷര കേരളം രാജ്യത്ത് ഉത്പാദിപ്പിക്കുന്ന 16% കുടിച്ചു തീർക്കുന്നത് നമ്മുടെ മലയാളികളാണ്. മദ്യക്കുപ്പിയുടെയും സിഗരറ്റിന്റെയും പാക്കറ്റിൽ നിയമപരമായ മുന്നറിയിപ്പ് എഴുതിയിട്ടുണ്ട്, ഇത് ആരോഗ്യത്തിന് ഹാനികരമെന്ന്. ഒന്ന് പെരുന്തൽക്കീഴിലെ 3-ാമത്തെ ഭയം, ഇങ്ങനെ ദൈവത്തിന്റെ ജീവനം പറയുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ഞാനോ നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. എന്ന് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം ഇന്നും മാറ്റമില്ലാതെ തുടരുന്ന ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നു, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന്. ഈ ഒരു സത്യം ഉൾക്കൊള്ളുവാനായി സാധിക്കുമ്പോൾ നമ്മെ തന്നെ അശുദ്ധമാക്കുന്ന ലഹരിയുടെ ഉപയോഗം നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും സമൂഹങ്ങളിൽ നിന്നും പൂർണ്ണമായി ഇല്ലാതാകണമെന്ന് എല്ലാ മനുഷ്യന്റെയും ആഗ്രഹമാണ്. ഉപയോഗിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും മോചിതരാകുവാൻ ആഗ്രഹിക്കുന്നുണ്ട്, എന്നാൽ സാധിക്കുന്നില്ല. കാരണം അപ്പോഴേക്കും അവർ ഇതിന് അടിമകളായി മാറിക്കഴിഞ്ഞു. ഏറ്റവും അധികം വരുമാനം ലഭിക്കുന്നത് മദ്യ വ്യവസായത്തിൽ നിന്നാണെന്നാണ് നാടിന്റെ വികസനത്തിന് വേണ്ടിയാണ് മാറി മാറി വരുന്ന സർക്കാരുകൾ ഈ മദ്യത്തിന്റെ ലാഭം ഉപയോഗിക്കുന്നത് എന്ന് പറയപ്പെടുന്നുണ്ട്. ആമേൻ, സ്തോത്രം. ഇതിൽ മുഖാന്തരം ഉണ്ടാകുന്ന നഷ്ടങ്ങൾ മാറി മാറി വരുന്ന സർക്കാർ കണക്കാക്കാറില്ല. സാമ്പത്തികമായി തകരുന്ന കുടുംബങ്ങൾ, തകരുന്ന കുടുംബ ബന്ധങ്ങൾ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനെ ഈ മദ്യപാനം ബാധിക്കുന്നു. മാനസികമായ സംഘർഷങ്ങൾ നമ്മുടെ തലമുറകളിൽ ഉണ്ടാകുന്നു. മദ്യനിമിത്ത രോഗികളാകുന്നവർക്ക്
നൽകുന്ന ചികിത്സാ ചെലവുകൾ അത് ഭീമമാണ്. എത്രയെത്ര ഡി അഡിഷൻ സെന്ററുകൾ ഓരോ നാടുകളിലും വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് കൊടുക്കുവാനുള്ള ഭക്ഷണം, അവർക്ക് കൊടുക്കുവാനുള്ള മരുന്ന്, അവരെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ നോക്കണം. മദ്യത്തിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിന്റെ എത്രയോ ഇരട്ടിയാണ് ഈ നാട്ടിലെ ആമി വരുമാനമെന്ന് കരുതുന്ന സർക്കാരുകൾ. അവർ തിരിച്ചറിയണം മദ്യത്തേക്കാൾ അതിന്റെ പിന്നണിയിൽ കടന്നു വരുന്ന മദ്യനിമിത്തമുണ്ടാകുന്ന അപകട മരണങ്ങൾ, എത്രയെത്ര ആക്സിഡന്റുകൾ നോക്കണമേ. കഴിഞ്ഞ നാളുകളിൽ ഏതെല്ലാം വിധത്തിലുള്ള എത്ര ചെറിയ കുഞ്ഞു പ്രായത്തിലുള്ള കുഞ്ഞു മക്കൾ വരെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഏത് വിധത്തിൽ അവർ മദ്യം ഉപയോഗിച്ച് അവർ ലിക്കുകെട്ട് അവർ ബോധം നഷ്ടപ്പെട്ടവരായി അവിടെ കിടന്ന് മരണപ്പെടുന്ന കാരണമായ സംഭവങ്ങൾ നമ്മൾ കണ്ടും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെയും ഒരു പരിഹാരം വരുത്തുവാൻ വേണ്ടി ആമേൻ സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ഈ നാട് നശിച്ചു പോകാതിരിക്കാൻ തക്കവണ്ണം ഒരുമിച്ച് ആമേൻ ദൈവഭയത്തോടും ദൈവസേനയുടെ പ്രാർത്ഥനയോടും കൂടി നമ്മുടെ തലമുറകളുടെ നല്ല സന്തോഷക്കാരുമാൻ ആമേൻ നന്ദിയോടെ ദൈവത്തിൽ സ്തോത്രം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഈ ഞങ്ങളെ കേൾക്കുന്നുവെങ്കിൽ ആമേൻ സ്തോത്രം. തീർച്ചയായും നമ്മുടെ നല്ല ആഗ്രഹത്തെ വരും നാളുകളിൽ സ്വർഗ്ഗത്തിലെ ദൈവം അതിന് സഹായിക്കുക തന്നെ ചെയ്യും. എഫെസ്യരുടെ ലേഖനം 6-ാം അധ്യായം അതിന്റെ 1, 2, 3 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിക്കുവാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. ഇന്നുള്ള കാലത്ത് അപ്പനെയും അമ്മയും ബഹുമാനിക്കാതെ അപ്പനെയും അമ്മയും വളരെ മൃഗീയമായി കൊല്ലുന്ന സമ്പത്തിന് വേണ്ടി അവരുടെ ആവശ്യങ്ങൾക്ക് അവരുടെ ഇഷ്ടങ്ങൾക്ക് നിൽക്കാതിരിക്കുമ്പോൾ മാതാപിതാക്കളെ മൃഗീയമായി തല്ലിക്കൊല്ലുന്ന അവരെ